നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഭരണം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് വരെ സംശയമുണ്ട്. അതാണ് ഡൽഹിയിൽ AICC വിളിച്ചുകൂട്ടിയ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി ചില കടുത്ത തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ തമ്മിലടിച്ച് മുന്നോട്ട് പോയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ലെന്ന് സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് വരെ നന്നായി മനസ്സിലായി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കാതെ തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയത്. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള തർക്കം രൂക്ഷമായി, തമ്മിലടിയാണ്, തലക്കിടിയാണ്. എന്നാൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അതിനപ്പുറത്തേക്ക് ആരും ഒന്നും ചിന്തിച്ച് മനോരാജ്യം കെട്ടിവെക്കേണ്ട എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കടുത്ത അസംതൃപ്തിയും രോഷവും രാഹുലിനും പ്രിയങ്കയ്ക്കുമുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള MP ആണ്. കേരളത്തിലെ നേതാക്കൾ തമ്മിലുള്ള കുടിപ്പകയും പോരും തമ്മിലടിയും പ്രിയങ്കയ്ക്ക് നന്നായി അറിയാം. രാഹുൽ ഗാന്ധിക്കും അതിനെക്കുറിച്ച് മികച്ച ധാരണയുണ്ട്. മാത്രമല്ല, കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ, മൂന്നാം തവണ പിണറായി വിജയനും CPM-ഉം അധികാരത്തിൽ വരും എന്നുള്ള സൂചനകൾ ശക്തമായിരിക്കെ കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഗ്രൂപ്പ് വ്യത്യാസമന്യേ മുഖ്യമന്ത്രി സ്ഥാനമോഹികളായ നേതാക്കളെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ പ്രചരണ സംവിധാനം ചലിപ്പിക്കണമെന്ന ഉറച്ച ബോധ്യം രാഹുലിനും പ്രിയങ്കയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് കടുത്ത നിലപാട് അവർ കൈക്കൊള്ളുന്നത്. അടുത്ത തവണ കൂടി കേരളത്തിൽ ഭരണം ലഭിച്ചില്ല എങ്കിൽ ഇവിടെ കോൺഗ്രസ് അപ്രസക്തമാകുമെന്ന് ദേശീയ നേതൃത്വത്തിന് നന്നായി അറിയാം. അക്കാര്യം ഇവിടുത്തെ നേതാക്കൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് വേറെ കാര്യം. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതെയാവുക എന്നത് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ നിരാശാജനകമാണ്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കക്ഷിയാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനും മഹാരാഷ്ട്രയും മാറ്റി നിർത്തിയാൽ മറ്റുള്ള ഉത്തരേന്ത്യൻ മധ്യേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉടനെയും അധികാരത്തിൽ തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും വിശ്വസിക്കുന്നത്. കർണാടകയും തെലുങ്കാനയും കേരളവുമാണ് പിന്നീടുള്ള ആശ്വാസം. കേരളത്തിൽ കൂടി 2026 തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചാൽ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഭരണമുണ്ടാകും. അത് ദേശീയ തലത്തിൽ വലിയ ഒരു ഊർജം കോൺഗ്രസിന് നൽകും. ഇത് വളരെ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് അറിയാം. ദേശീയ തലത്തിൽ പുതിയൊരു ഊർജവും പ്രചോദനവും സംഭാവന ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിജയമെന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. അപ്പോഴാണ് തലക്കിടിച്ച് തമ്മിലടിച്ച് കുതികാൽ വെട്ടി ആ വിജയത്തെ ഇല്ലാതാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. ഇതാണ് രാഹുലിനെ രോഷം കൊള്ളിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഭരണം ലഭിക്കുമോ എന്നുള്ളൊരു ഭയം രാഹുലിൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നിർദ്ദേശങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ ഗാന്ധി നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി പോലും അല്പം ഭയന്നിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.